നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമുക്ക് വേണ്ടി ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. നമ്മൾ ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് ചോദിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. കാരണം നമ്മൾ ആർക്കെതിരെയാണ് വോട്ട് ചോദിക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ പ്രധാനമാണ്. ആർക്കെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഒരു നാണവും ഇല്ലാതെ വാങ്ങി മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. നമ്മൾ SDPI-കാരനെതിരെയാണ് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നാണവും ഇല്ലാതെ SDPI-കാരന്റെ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കും എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരനെതിരെയാണ് നമ്മൾ ഇവിടെ മത്സരിക്കുന്നത്. PM ശ്രീ പദ്ധതി അട്ടിമറിച്ച CPI-ക്കെതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്ന PM ശ്രീ എന്ന പദ്ധതി അട്ടിമറിച്ച GR അനിൽ നേതൃത്വം നൽകുന്ന CPI-ക്കെതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത്. ഈ രാഷ്ട്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന മുഴുവൻ ശക്തികൾക്കെതിരെയുമാണ് നമ്മൾ മത്സരിക്കുന്നത്. ഇവിടെ ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള സഖാക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. കാരണം SDPI-കാരന്റെ തിണ്ണ നിറങ്ങാൻ പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അച്ചടക്കത്തിന്റെ വാൾമുന കാരണം ശബ്ദിക്കുവാൻ കഴിയാതെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ഇവിടെ മത്സരിക്കുന്നത്. സീറ്റ് പണയം വെച്ചത് കൊണ്ട് മാത്രം തലകുനിച്ച് ഇവിടെ നിൽക്കേണ്ടി വരുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വോട്ട് ചോദിക്കുന്നത് ബി.ജെ.പിക്ക് വേണ്ടിയിട്ടോ BJP പ്രവർത്തകർക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല, ഈ നാട്ടിൽ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ സാധാരണക്കാരന് വേണ്ടിയിട്ടും, ഓരോ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടിയിട്ടും, ഓരോ സാധാരണ കോൺഗ്രസ്സുകാരന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോ ജയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒന്നാണ്. മെയ് 4-ാം തീയതി നെടുമങ്ങാട് നിയോജക മണ്ഡലം രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ പോവുകയാണ്. അതിനുള്ള മുന്നൊരുക്കം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിത്തട്ടിൽ അത്രയും ഭംഗിയായി തന്നെ നമ്മുടെ ജോലി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ.